ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഇന്ന് നമ്മൾക്ക് കുറച്ച് കായും അതേപോലെ തന്നെ പയറും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ച് അരിയുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ ഓർത്തത് ഇത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. അങ്ങനെ ഞാൻ അതെല്ലാം അരിഞ്ഞ് ആദ്യം തന്നെ അത് കടുക് വറുത്തു. അത് കഴിഞ്ഞിട്ട് ഈ അരിഞ്ഞതെല്ലാം അതിൻ്റെ അകത്തിൽ ഇട്ടു. അത് പിന്നെ ഒന്ന് വേവിച്ചു. അതിന് ശേഷം തേങ്ങയിട്ടു, നമ്മൾ നോർമലി തോരൻ വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് അത് ഞാൻ അടച്ചു വെച്ചു. അടച്ചു വെച്ചിട്ട് ഞാൻ തീ ഒന്ന് കുറച്ചിട്ട് അതൊന്ന് നോക്കിയപ്പോൾ തന്നെ ഇത് പാകമായിട്ടിരിക്കുന്നു. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. കായും പയറും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതായതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം ഞാൻ ചെറിയൊരു വീഡിയോയും കൂടി എടുത്ത് നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ അത് തേങ്ങയെല്ലാം ഏകദേശം അതൊരു പരുവമായി. എന്നിട്ട് അതെല്ലാം ഞാനൊന്ന് ഉടയ്ക്കുകയാണ്, അതായത് ആ കായെല്ലാം ഒന്ന് ഉടയ്ക്കുകയാണ്. എന്നിട്ട് എനിക്ക് കറിവേപ്പില എത്ര ഇട്ടാലും മതി വരത്തില്ല. അങ്ങനെ ഞാൻ വീണ്ടും കുറച്ച് കറിവേപ്പില എടുത്തു. അങ്ങനെ അതെല്ലാം ഞാൻ ഒടിച്ച് അതിൻ്റെ കൂടെ ചേർത്ത് അതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. അങ്ങനെ അതൊന്ന് സെറ്റായതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ആ കറിവേപ്പിലയുടെ മണമൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറി ഗൈസ്. പിന്നെ ഞാൻ ഒരു വിധത്തിൽ അത് അവിടെ നിന്നിട്ട് നിങ്ങളെ കൂടി കാണിക്കേണ്ടത് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം ഒന്ന് പിടിക്കണം, കാരണം ആ പച്ച മണം ഒന്ന് മാറണം കറിവേപ്പിൻ്റെ. അത് അതിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ടുള്ള ചോറിന് പറ്റിയത് നോക്കി അടിപൊളിയായിട്ടുള്ള ഒരു തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.